ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അബുദാബിയിലെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല കേട്ടോ. ഇന്നത്തെ എൻ്റെ യാത്ര അബുദാബിയിൽ സ്ഥിതി ചെയ്യുന്ന ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലേക്കാണ് കേട്ടോ. ഇത് പേര് പോലെ തന്നെ മോസ്കും നല്ല ഗ്രാൻഡ് ആയിട്ടാണ് ഉള്ളത്. ഇത്രയും ദൂരത്തുനിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് ആ മോസ്ക്. അപ്പോൾ ഞങ്ങൾ കാറിലാണ് പോയത്. പോകുന്ന വഴിയൊക്കെ കുറച്ച് നല്ല പച്ചപ്പോടെയാണ് ഉള്ളത്. നമ്മൾ സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഗ്രീനറി അത്ര കാണാനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് സഫിക്കേഷൻ ഉണ്ടാവും. കുറച്ച് പച്ചപ്പൊക്കെ കാണുമ്പോഴല്ലേ നമുക്ക് കുറച്ച് സമാധാനമാവുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ മോസ്കിലേക്ക് പോവുകയാണ്. ഇതാണ് മോസ്കിന്റെ മെയിൻ എൻട്രൻസ്. പക്ഷെ ഞങ്ങള് വിസിറ്റേഴ്സിന് ഇതിലേക്ക് കൂടി എൻട്രി ചെയ്യാൻ പറ്റില്ല. ആ സെക്യൂരിറ്റി പറഞ്ഞു വേറൊരു ഗേറ്റ് ഉണ്ട്, വിസിറ്റേഴ്സിന് അലൗഡ് അതിലേക്ക് കൂടി മാത്രമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അത് തപ്പി ഇറങ്ങി. ആ ഗേറ്റ് തപ്പുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ മോസ്ക് പുറമേ നിന്നും ഫുള്ളായിട്ട് കാണാൻ പറ്റും. ബിക്കോസ് അത് ചുറ്റി വേണം പോവാന്. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഈ മോസ്ക് കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു 4:30-5 മണി ആ ടൈമിൽ പോകുന്നതായിരിക്കും നല്ലത്. എന്നുവെച്ചാൽ ചൂട് സഹിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് പുറത്തു നിന്നൊക്കെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കണമെങ്കിൽ ആ ചൂട് സഹിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ടൈമിൽ പോകുന്നതാണെങ്കിൽ കുറച്ച് ഓക്കെ ആയിരിക്കും. രാവിലെ ഒന്നും പോയിട്ടാകുമ്പോൾ അയ്യോ എൻ്റെ അമ്മ, എനിക്ക് ആലോചിക്കാൻ വയ്യ, അത്രക്ക് ചൂടാണ്. ഞങ്ങൾ ഏകദേശം അവിടെ എത്തുന്ന ടൈം ഒരു 5 മണി ആയി കാണും. ഞങ്ങൾ 3 പേരാണ് അവിടേക്ക് പോയിട്ടുണ്ടായേ. വേറെ ആരെയും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും നമുക്ക് അത്ര അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിവേസ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അവിടുന്ന് റീഡയറക്ട് ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടായിരുന്നു. വിസിറ്റേഴ്സിന്റെ സ്ഥലത്ത് ആയിരുന്നില്ല ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത. ഇതിലേക്ക് കൂടിയാണ് വിസിറ്റേഴ്സ് അലൗഡ്. ഡയറക്റ്റ് എൻട്രി ഇല്ല മോസ്കിലേക്ക്. ഞങ്ങൾ ഇതിലേക്ക് കൂടി വേണം മോസ്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അണ്ടർഗ്രൗണ്ടിലേക്ക് കൂടി. അങ്ങനെ ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങുവാണ്. അവിടുന്ന് നമ്മൾ രജിസ്റ്റർ ഒക്കെ ചെയ്യാനുണ്ട്. അണ്ടർഗ്രൗണ്ട് എന്നൊക്കെ വെച്ചാൽ ഒരു മിനി മോള് പോലെ ഉണ്ട്. അത്രയും സെറ്റപ്പിലാണ് ഉള്ളത്. അവിടെ കുറെ ഷോപ്സ് ഒക്കെ കണ്ടു. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം, അവിടുത്തെ ആ ലൈറ്റിങ്സ് ഒക്കെ. അങ്ങനെ ഞങ്ങള് രജിസ്റ്റർ ചെയ്ത് ഇതാ പാത്വേ ആണ്. ആ മോസ്കിലേക്ക് നടന്നു പോകുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ പാത്വേയിലേക്ക് കൂടിയാണ് പോകേണ്ടത്. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വാക്കിംഗ് എസ്കലേറ്റർ ഉണ്ട്. മോനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ അതിൻ്റെ അകത്ത് കയറാൻ ഇങ്ങനെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നടക്കാനുണ്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് കൂടി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, AC-യിലാണ്, ചൂടില്ല. അതാണ് ഒരു സമാധാനം. അങ്ങനെ നടന്ന് ഞങ്ങള് ആ മോസ്കിന്റെ ഫ്രണ്ടിലേക്കാണ് ഈ കയറി പോകുന്നത്. അതൊരു ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചൊരു ബിൽഡിംഗ് ആണ്. പറയാതിരിക്കാൻ വയ്യ, എന്തൊരു നീറ്റാണെന്നറിയോ ആ ഒരു ഏരിയ ഒക്കെ. അവരെത്ര നീറ്റായിട്ടാണ് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് അയ്യോ പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ ആ മോസ്കിന്റെ എൻട്രൻസിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഫ്ലൈറ്റ് പോകുന്ന കണ്ടത്. മോനാണെങ്കിൽ ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവനും അത് നിന്ന് നോക്കി. അപ്പോഴാണ് പെട്ടെന്നൊരു ഹെലികോപ്റ്റർ പോകുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ മോനങ്ങോട്ട് ആവേശം കൊണ്ട് തുള്ളിച്ചാടി. അങ്ങനെ ഞങ്ങള് എൻട്രൻസിലേക്ക് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ, വിസിറ്റേഴ്സ് ഉണ്ട്. മോസ്ക് നല്ല സെറ്റപ്പിലാണ് കേട്ടോ, അതിന്റെ ആ ബിൽഡിംഗ് ഒക്കെ.
കണ്ടാൽ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. എസ്പെഷ്യലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഡോമാണ്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നാല് തൂണ് പോലെ കണ്ടു. അതിന്റെ ആണ് ലൈറ്റിങ്സ് ഒക്കെ. രാത്രി നമ്മൾ എയർപോർട്ടിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ആ ലൈറ്റിങ്സ് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോ കൂടുതൽ ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും മോസ്ക് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന്. ആക്ച്വലി എനിക്ക് ഈ മോസ്ക് മിസ് ആവണ്ടേ ആയിരുന്നു, പക്ഷേ എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഇതും കൂടി കാണാൻ പറ്റി. ഇവിടുന്ന് ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു, ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു മോസ്കിൽ പോകുന്നത്. അപ്പോ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരുടെ ആ ആർക്കിടെക്ചറും അവര് എല്ലാ ഒരു ആംബിയൻസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പറയാൻ മറന്നൊരു കാര്യമുണ്ട്. ഞങ്ങള് ഈ മോസ്കിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ച് ലേഡി സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് ഞങ്ങളടുത്ത് ഈ സ്ലീവ് ഒക്കെ നെറ്റ് ടൈപ്പ് ഒന്നും പറ്റില്ല. ഞാനൊരു നെറ്റ് ടൈപ്പ് ചുരിദാറായിരുന്നു ഇട്ടിട്ടുണ്ടായ. അപ്പൊ അതിന്റെ സ്ലീവ് നെറ്റ് ആയതുകൊണ്ട് അവരതിൻ്റെ അടുത്ത് എൻട്രി പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മടങ്ങിയ സമയത്ത് അവിടെ ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് രണ്ട് ചേട്ടന്മാരെ വിളിച്ചിട്ട് ചോദിച്ചു, സ്ലീവ് മാത്രമല്ലേ പ്രശ്നം, സ്ലീവ് ഇവിടുന്ന് വാങ്ങിയിട്ട് ഇട്ടാൽ മതി പറഞ്ഞു. അപ്പൊ 10 ദിർഹംസ് കൊടുത്തിട്ട് ഫുൾ സ്ലീവ് വാങ്ങിയിട്ട് അത് ഇട്ടിട്ടാണ് ഞാൻ അകത്ത് കയറിയത്. തലയിൽ തട്ടമിടണം, പിന്നെ കാല് കാണിക്കാൻ പാടില്ല. അതായത് കാലും നെറ്റ് ടൈപ്പ് ഒന്നും പറ്റില്ല. ഇപ്പൊ അങ്ങനെയാണ്. ഇനി വല്ല ഫ്രോക്ക് ആണ് ഒക്കെ ഇട്ടിട്ടുള്ളതെങ്കിൽ അവര് അവിടെ നിന്ന് പർദ്ദ വാങ്ങിയിട്ട് ഇടാൻ പറയും. അതായത് ഫുള്ള് കവേർഡ് ആയിട്ടുള്ള ഒരു പർദ്ദ ടൈപ്പ് ഒരു സംഭവം. അത് ഈ ഹുഡീസിനൊക്കെ ഉള്ള പോലത്തെ ആ ഒരു ടൈപ്പ് ഹെഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതും അതിന്റെ കൂടെ തന്നെ, ആ പർദ്ദന്റെ പോലത്തെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം അറിയാണ്ട് വരുന്ന ആൾക്കാർക്ക് അത് വലിയ പ്രശ്നമാവില്ല. എൻ്റെ അടുത്ത് ഷോള് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, സ്ലീവിന്റെ ഇഷ്യൂ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോ പുറത്ത് തന്നെ ആ ഒരു സംവിധാനം അവർ വെച്ചത് കൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾക്ക് അപ്പൊ തന്നെ വാങ്ങി അത് ഇട്ടിട്ട് കയറാൻ പറ്റും. അപ്പൊ ഇനി എന്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഇത് കണ്ടിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഫുൾ സ്ലീവും കാലൊക്കെ മറക്കിയിട്ട് പിന്നെ ഹെഡില് ഷോൾ വെച്ചിട്ട് കവർ ചെയ്യണം. എന്നാൽ മാത്രമേ അവര് എൻട്രി വിടുള്ളൂ. പിന്നെ അകത്ത് കയറിയാലും ഞങ്ങൾ അതേപോലെ തന്നെ ആ ഒരു അത് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാണ്ട് അകത്ത് കയറിയിട്ടാ നമുക്ക് നമ്മൾ തോന്നിയ പോലെ കളിക്കാന്നൊന്നും വിചാരിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഞങ്ങളൊരു മോസ്കിലാണ് കയറുന്നത്. അപ്പോ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എത്രത്തോളം നീറ്റായിട്ട് പോകുന്നു, അതുപോലെ തന്നെ ഞങ്ങൾ ആ മോസ്കിൽ പോകുമ്പോൾ അത്രയും നീറ്റായിട്ട് തന്നെ എല്ലാവരും പോകാൻ ശ്രമിക്കുക. പിന്നെ ഇതാണ് അവരുടെ ആ ലൈറ്റിങ്സ് ഒക്കെ. എന്തായാലും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ വീഡിയോകളായി ഞാൻ വീണ്ടും വരും. അതുവരെ താങ്ക് യു.